ടുഡേ ഇന്ന് ക്യൂ ലൈവിന്റെ ബാക്ക് ബോൺസ് ആയി നിൽക്കുന്ന രണ്ട് പില്ലേഴ്സ്, അവരിൽ ഒരാൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വലിയ സ്പെഷ്യൽ സംരംഭത്തിന് ഏറ്റവും കൂടുതൽ എന്നേക്കാൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വാഗതം അറിയിക്കുവാനായി ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് അദ്ദേഹമായിരിക്കും. സോ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ ഷാക്കിർ ഓൺ ടു ദ സ്റ്റേജ്. വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്, the co-founder of QLive, to deliver the welcome address. Over to you. Hello, good morning. QLive സ്പേസിന്റെ ഈ ഒരു ഡ്രീം മൊമെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സോ നിങ്ങൾ കുറച്ചു പേരെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെങ്കിലും QLive സ്പേസ് എന്താണെന്ന് കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് നമ്മളെ സ്റ്റോറീസ് ആയിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ആൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും കൃത്യമായിട്ട് അറിയാം QLive ഏത് ലെവലിലാണ് ഒരു ലാസ്റ്റ് 1 ഇയർ ഈ ഒരു QLive സ്പേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ എന്താണ് QLive സ്പേസ്? ഇന്നത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് QLive സ്പേസിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ QLive സ്പേസിനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളോട് പറയേണ്ടത് ഇതിന്റെ ഒരു കോ-ഫൗണ്ടർ എന്നുള്ള നിലയിൽ എന്റെ റെസ്പോൺസിബിലിറ്റി. സിലബസുകളുണ്ട്, കേരള സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, IGCSE ഉണ്ട്, IB ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. സോ ഇവിടെ എല്ലാം ഡിഫറെന്റ് മോഡിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലേണിംഗ് ആപ്പിൽ തന്നെ കുറെ അനിമേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും, ഓഫ്ലൈൻ ട്യൂഷൻസ് ഉണ്ടാവും, ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെയുള്ള 1-on-1 ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ഉണ്ടാവും. സോ ഇവിടെ എല്ലാം സിനാരിയോസ് ഡിഫറെന്റ് ആണെങ്കിലും ഇവര് വർക്ക് ചെയ്യുന്ന മോഡ് ഡിഫറെന്റ് ആണെങ്കിലും ഇവിടെ നിന്ന് കിട്ടേണ്ട ഔട്ട് കോമൺ ആണ്. അല്ലെങ്കിൽ ഒരു പാരന്റിനാണ് ഈ ഒരു ഔട്ട് കിട്ടേണ്ടത്. ഒരു പാരന്റ് ചിന്തിക്കുന്നത് എന്റെ കുട്ടി ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഏറ്റവും രസകരമായിട്ട്, അവരൊരു വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കാർട്ടൂണ് കാണുന്ന പോലെ എത്രത്തോളം രസകരമായിട്ട്, അല്ലെങ്കിൽ അവര് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുന്ന പോലെ 1 മണിക്കൂറിന്റെ ക്ലാസ് 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പോലെ എത്രത്തോളം രസകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം എന്റർടൈൻഡ് ആയിട്ട് അവർക്ക് പഠിക്കാൻ കഴിയും. അതോടുകൂടി തന്നെ പഠിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്, ആ കോൺസെപ്റ്റ് എത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയി അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിലെ എല്ലാം ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു 100% റിസൾട്ടിനെ, ഔട്ട്പുട്ടിനെ കൃത്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, അതിനെ സ്വാധീനിക്കാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് QLive സ്പേസിന്റെ ഇവിടെയുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. സോ നമ്മൾ 2022 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണ്, പേഴ്സണലൈസ്ഡ് സർവീസ് ആണ് കൊടുക്കുന്നത്. അവിടെ കൃത്യമായിട്ടും ഓരോ സ്റ്റുഡന്റിനും വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായ രീതിയിലുള്ള കോച്ചിങ് അവരുടെ വീക്ക് പോയിന്റ് കണ്ടെത്തിയിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു റിസൾട്ട് ആണ് QLive സ്പേസ്. ആൻഡ് നമുക്ക് വേണ്ട ഒരു കറണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു കുട്ടി അത് മാത്സ് ആവട്ടെ ആവട്ടെ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് മാക്സിമം ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ടീച്ചർ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് മാക്സിമം AI ടൂൾസും മറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാത്സിൽ എത്ര ഉഴപ്പനായിട്ടുള്ള ഒരു കുട്ടിയായി കഴിഞ്ഞാലും ഒരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ കുട്ടി ഒന്ന് ഓണാവും. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓരോ കുട്ടിയെയും മനസ്സിലാക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓരോ കുട്ടിക്കനുസരിച്ചും കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് QLive ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് QLive സ്പേസിൻ്റെ പിറകിൽ നമ്മുടെ ടെക്നിക്കൽ ഹെഡായിട്ടുള്ള മുഹമ്മദ് വിജയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഒക്കേഷനിൽ ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. ആൻഡ് 2022 ഞാനും എൻ്റെ കോ-ഫൗണ്ടർ ഷാദാനും ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള QLive ഇന്ന് 15-ലേറെ രാജ്യങ്ങളിൽ
2000-ഓളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള 500-ലേറെ ടീച്ചേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, ഇന്ന് മൈക്രോസോഫ്റ്റ് എൻവിഡിയ ഇതിൻ്റെയൊക്കെ ഇൻസെപ്ഷൻ പ്രോഗ്രാമിലോട്ട് സെലക്ട് ആയിട്ടുള്ള ക്യൂലൈവ് കണക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ജേണിയിൽ നമുക്ക് ഒരുപാട് പേരോട് നന്ദി അറിയിക്കാനുണ്ട്. ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള പേരൻസിനോട്, സ്റ്റുഡൻസിനോട്, നമ്മുടെ ടീച്ചേഴ്സിനോടും സ്റ്റാഫിനോടും എല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നന്ദി അറിയിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് ഏറ്റവും നല്ല സിസ്റ്റം. ഇനി അടുത്ത 4 വർഷത്തേക്ക് ഇത് മതി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. കാരണം എട്ടെക്കിൻ്റെ റിസർച്ച് ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ക്യൂലൈവ് ആയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഫണ്ടും ടൈമും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. സോ അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ ഈ പ്രോഗ്രാം ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മലപ്പുറം MLA ശ്രീ ഉബൈദുള്ള സാറാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്ന് കരുതുന്നു. ആൻഡ് ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് എത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഞ്ചേരി സിൽമോണിയുടെ കോ-ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പനാണ്. സോ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് മറ്റൊരു ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും മെൻറ്ററും ആൻഡ് സ്റ്റെം കേഡറ്റിൻ്റെ ഫൗണ്ടറും ആയിട്ടുള്ള ഡോക്ടർ വിപിൻ സാറാണ്. ആൻഡ് വിപിൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്യൂലൈവിൻ്റെ ജേർണിയിൽ നമുക്ക് സ്ട്രഗിൾ ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഒരുപാട് മെൻറ്റർഷിപ്പ്, നമുക്ക് ഒരുപാട് സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഇന്ന് ഈ ഒരു ഗ്രാൻഡ് ലോഞ്ച് ഇവിടെ നിർവഹിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള മിസ് നൂർജലീലയാണ്. ആൻഡ് നൂർജലിയെയും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മുഹമ്മദ് ആഷിഖിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ പാനൽ ഡിസ്കഷന് വേണ്ടിയിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ടും ഇവിടെ എത്തിയിട്ടുള്ള എട്ടെക് ഫീൽഡിലെ ഒരുപാട് ഫൗണ്ടേഴ്സും കോ-ഫൗണ്ടേഴ്സും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് അക്ഷിൻ നായർ, ഷിബിലി പൂവത്തിൽ, ഷിബിലി റഹ്മാൻ, ഗുലാം, അൻസാർ, യാസീൻ ബിൻ സലീം ആൻഡ് മുഹമ്മദ് ഷമീൽ, ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് എക്സ്പെഷ്യലി ക്യൂലൈവിൻ്റെ ടീച്ചേഴ്സ് ആൻഡ് ക്യൂലൈവ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എല്ലാവരെയും ഈ ഫാമിലിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഗ്രാൻഡ് ലോഞ്ച് നിർവഹിക്കാൻ വേണ്ടിയിട്ട് മിസ് നൂർജലീലയെ ഈ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്.